ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യന് പോയി ഇവരൊക്കെയാണ് അവനേക്കാളും കഥ കൊണ്ടുപോകണത് നമ്മളാ. കാരണം രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വയ്ക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നാളെ പൊന്തിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് പറയുക വിഷമിക്കുന്നുണ്ട്. കുട എടുക്കാൻ മറന്ന് മഴയത്ത് പെടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കുട ചൂടി നടന്നിട്ട് മഴ അനുഭവിക്കാൻ പറ്റില്ല. പുതിയത് വന്നിട്ടുണ്ട്. അതാണ് നേരത്തെ സൗമ്യം പറഞ്ഞ ഷംജു നിറക്ക് വീണെന്ന് പറഞ്ഞില്ല കുടുംബത്തിൽ നിന്ന്. അപ്പൊ അടുത്ത പടത്തിൽ സാർ അടുത്ത പടം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം ഇങ്ങനെയൊക്കെ നിന്നോളാം പറഞ്ഞു. ഒരു തരത്തിലും പോകും. കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യന് പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരൂ. എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറ് അടുത്ത പടം വീണ്ടും പറയും വരണ്ടാന്ന്. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സെലീം പുതിയ ഒരാൾ കൂടി വരുന്നുണ്ടോ ഉണ്ടോ എന്തോണ്ടോ സെലി. അപ്പൊ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പൊ സെലി എന്ന് പറയുമ്പോ എനിക്ക് ഞാനത് ഏത് സെലി എന്നുള്ളത് അന്വേഷിച്ചിരുന്നു. പിറ്റേ ദിവസം ഞാൻ വന്നു. ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുക. അതിന്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും. എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് നടക്കും. അത് നമ്മുടെ സുഗീത് വിചാരിച്ച് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണെന്നാ. കോളേജല്ലേ, അപ്പൊ ഒരേ പ്രായത്തിലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പണി. ഇവിടെ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. അപ്പൊ ഞാൻ സുഗീതയുടെ ഞാൻ അതൊക്കെ നീ ഇവിടെ മതി, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നോ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയത് വന്നത്. നീയാണ് പുതിയത് വന്നത്. നിന്നെ 2 ദിവസമായി ഇവിടെ അന്വേഷിച്ചെടുക്കും. സാറ് സെലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാ. അന്ന് ആദ്യമായിട്ട് പെട്ടി ചുമന്നത് കഥ കൊണ്ടുപോകണമെന്ന് നമ്മളാന്നാ പറയാ. ഞാൻ ക്ഷമിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ്. അപ്പൊ നമ്മൾ തമാശയിൽ പറയും ഇവരൊക്കെയാണ് അവനേക്കാളും കഥ കൊണ്ടുപോകണത് നമ്മളാ. കാരണം രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വയ്ക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നാളെ പൊന്തിച്ചിട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും കൊണ്ടുവരണം. എല്ലാതും പെട്ടെന്ന് എപ്പോഴാ ചോദിക്കാന്ന് അറിയില്ല. അങ്ങനെ ഇതവിടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞു ഉപയോഗിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇതുവരെയായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില്. അത്രയും ദൈർഘ്യമില്ല ഈ 100ലേക്ക് എത്താൻ. കാരണം ഇതിപ്പോ ഒന്നും എനിക്ക് 100 വയസ്സ് പോലെ ഒരു പ്രതീതിയാണ് എല്ലാവരും കാണുമ്പോൾ. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അല്ല നമ്മളിടയ്ക്ക് ആഘോഷിക്കാറുള്ള 75-ാം വയസ്സ് 100-ാം വയസ്സൊക്കെ അതേപോലെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.